ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ റൂമിൽ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട്. മുഹിബാണ്, ഒരു മിന്നത്തിൻ്റെ ആളൊന്നുമല്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു മിന്നത്തിൻ്റെ ആളെന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അപ്പം അങ്ങനത്തെ ആളൊന്നുമല്ല. അപ്പം ഇയാളെ പണി എന്തായാലും നിങ്ങൾ രാവിലെ 5:30 മണിക്ക് കട തുറക്കും, 2 മണി വരെ. ഉച്ചക്ക് 2 മണിക്ക് കട അടച്ചാൽ 4 മണിക്ക് തുറക്കണം. പിന്നെ രാത്രി 2 മണി വരെ. ജ്യേഷ്ഠാനുജന്മാരെ, എത്രയെത്ര പ്രവാസികളാണ് കണ്ണീരൊടുക്കിയിട്ട് കഷ്ടപ്പെട്ട് ഭാര്യ മക്കൾക്ക് വേണ്ടി ആയുസ് 20-22 മണിക്കൂർ 20 മണിക്കൂർ ചെലവഴിക്കുന്ന പാവങ്ങളുണ്ട്. അവര് സാധുക്കളാണ്. ഈ പാവപ്പെട്ട മനുഷ്യൻ രാത്രി 2 മണിക്ക് പെട്ടിക്കട അടച്ചിട്ട് 2 കുബൂസുമായി റൂമിലേക്ക് വരും. അയാള് രാത്രി ഭക്ഷണത്തിലേക്കുള്ള കറി ഉണ്ടാക്കുന്നത് 2 മണിക്ക് ശേഷമാണ്. എന്നിട്ട് അയാൾ നിസ്കരിക്കുന്നു, ഹദ്ദാദ് ചൊല്ലുന്നു. ഹദ്ദാദ് വരെ മുടക്കാത്ത ഒരു നല്ല മുഖ്ലിസായ മനുഷ്യൻ. അയാൾ കഴിക്കാനിരിക്കുമ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കടാ. ഞങ്ങളൊക്കെ അപ്പം നേരത്തെ ആളെന്നെ നേരത്തെ നമുക്ക് ഭക്ഷണത്തിലുള്ള വഴി ഉണ്ടാക്കി അഴിച്ചു കൊടുത്തു വിട്ടു. ഞങ്ങൾ കഴിച്ചവരാ. അപ്പം ഞാൻ ചിന്തിച്ചെന്താ, പടച്ചവനെ, ഇയാൾ ഇനി 5 മണിക്ക് എഴുന്നേൽക്കണം, പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് 2-3 പേജ് ഖുർആൻ ഓതും, എന്നിട്ട് ഈ മനുഷ്യന് കട തുറക്കാൻ പോകുക. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്? ഈ സാധു പറയുക, ഉസ്താദെ, എനിക്ക് അല്ലാഹു ഒരു ഭാര്യ, ഒരു പെണ്ണിനെ തന്നിട്ടുണ്ട്. അവൾ പച്ച പാവമാണ്. അവളുടെ 4 കുട്ടികൾ എനിക്ക് തന്നിട്ടുണ്ട് ഉസ്താദെ, 4 മക്കളെയും തന്നിട്ടുണ്ട്. പച്ച പാവമാണ്. ഇപ്പം അവർ വാടക വീട്ടിലാണ്. ഞാൻ അവൾക്കും എൻ്റെ മക്കൾക്കുമായി ഒരു കൊച്ചു വീടുണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച നാട്ടിൽ പോകുകയാണ് ഉസ്താദെ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, അത് കേട്ട് കേൾവിയല്ല, ഞാൻ കണ്ട നേരിൽ അനുഭവിച്ചൊരു അവസ്ഥ. അങ്ങനെ ഇയാൾ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ വന്നു. ഞാനും മറ്റൊരു സ്ഥലത്തൂടെ യാത്ര പോയി കോഴിക്കോട് എയർപോർട്ടിലെത്തുന്നു. ഇത്തിഫാക്കാണ്. വരുമ്പോൾ ഞാൻ ചോദിക്കുക, ആരാപ്പങ്ങളെ വണ്ടി സൗകര്യമൊക്കെ ഉണ്ടാ? ആരെങ്കിലൊക്കെ വരുമോ? അപ്പം ആ മനുഷ്യനോട് പറയാ, ആര് നോക്കി നിങ്ങൾ? രാവിലെ 5:30 തുറന്നിട്ട് രാത്രി 2 മണിക്ക് അടച്ചു വരുന്ന ആ പച്ചപ്പാവം. അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് 2 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇയാൾ പറയും, എൻ്റെ ഭാര്യയും കുട്ടികളുണ്ടാവും. ഉമ്മി വാപ്പിയൊക്കെ പള്ളിക്കാട്ടിലാണ് ഉസ്താദെ. പിന്നെ 2 പെങ്ങന്മാരെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് 2 ആളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. അവർക്കിപ്പോൾ എന്നെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല എന്ന് ഇയാൾ. അതെന്തൊരു പന്തികേട് തോന്നി എനിക്ക്. അവർക്കിപ്പോൾ എന്നെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല എന്ന് ഇയാൾ. ഞാനാണ് കെട്ടിച്ചു വിട്ടതൊക്കെ, അവർക്കിപ്പോൾ എന്നൊന്നും അറിയില്ല ഉസ്താദെ. ഇയാളത് പറയുമ്പോൾ മനസ്സിലെ വിഷമേ. അങ്ങനെ ഇയാൾ പുറത്തു വന്നു. ഞാനും ഈ മനുഷ്യനും 4 മക്കളുണ്ട്. പൊന്നാര അലി ഉസ്താദെ, 4 മക്കള് നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ. ഭാര്യനെ കണ്ടില്ല, ഈ കുട്ടികളെ ഉമ്മനെ കാണുന്നില്ല. അപ്പൊ ഇയാള് എന്താണെങ്കിലും ഭാര്യയല്ലേ. അപ്പൊ ഇയാള് മക്കളോട് ചോദിക്കുക, ഉമ്മ എവിടെയാണ്? അപ്പൊ മൂത്ത മോള് പറയാ, ഉപ്പാ, ഉമ്മ ഇന്നലെ രാത്രി ഇന്നാരിന്ന വ്യക്തിയുടെ കൂടെ ചാടിപ്പോയി. 4 മക്കളുള്ള പെണ്ണാണ് ഈ ചാടിപ്പോകുന്നത്. ഒരു പേടിയില്ല, ഒരു ഷഫക്കത്തുമില്ല, ഒരു കൃപയില്ല, ഒന്നുമില്ല. ആരോടാണ്? ഭർത്താവാണ്. അവർക്ക് അറിയുന്നില്ല. നമ്മുടെ പുതിയ തലമുറയിലെ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരാരാണെന്ന് അറിയുന്നില്ല. ഭർത്താവെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടിപ്പോകാനും വലിച്ചെറിയാനും ആ പാവത്തെ വലിച്ചെറിയാനുള്ളതല്ല. ആരാണ് ഭർത്താവ്? ഓളെ ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമകളുടെ കല്യാണ ദിവസം പറയുന്നു, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എൻ്റെ കരളായ ഫാത്തിമയാൽ. ഫാത്തിമ ബിദ്അത്തും മിന്നി, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ്. ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ മറ്റോ ആടിയെങ്കിൽ ഞാൻ മെല്ലെ ചെന്ന് പറയും, ഫാത്തിമയുടെ ഉമ്മ, ഫാത്തിമാന്റെ ഉമ്മ ഇവിടെയുണ്ട്.
ഫാത്തിമയുടെ ഉമ്മ എന്ന് കേട്ടാൽ റസൂലുള്ള എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. യുവാക്കളെ, നബിത്തങ്ങൾക്ക് ഫാത്തിമ അങ്ങനെയാണ്. ആ ഫാത്തിമ എന്ന പൊന്നുമോളെ വിളിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, നാളെ മുതൽ നിങ്ങളുടെ ജീവിതം അലിയാർ തങ്ങളുടെ കാലിൻ കീഴിലാണ്. നാളെ മുതൽ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് അലിയാർ തങ്ങളിലാണ്. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി ആയിഷ ഉമ്മ ചോദിക്കുന്നു, നബിയേ, ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ് നബിയേ? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണിന് ഏറ്റവും വലുത് ആരാണ്? സൗജുഹാ. ഖാല സൗജുഹാ, ഖാല സൗജുഹാ. നബി തങ്ങളാണ് പറയുന്നത്, ആയിഷ, ഒരു പെണ്ണിന് ഏറ്റവും വലുത് അവളുടെ ഭർത്താവാകുന്നു. ഭർത്താക്കന്മാരാണെല്ലാം എല്ലാം. പുതിയ തലമുറക്ക് അറിയാതെ പോകുന്നുണ്ട്, പുതിയ പെൺകുട്ടികൾക്ക് തിരിയാതെ പോകുന്നുണ്ട്. എത്ര വലിയ പണ്ഡിത തറവാട്ടുകാരിയാണെങ്കിലും ശരി, എത്ര വലിയ തറവാട്ട് പ്രമാണിയാണെങ്കിലും ശരി, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, തുസല്ലി കുല്ല യൗമിൽ വലൈലത്തിൽ അൽഫ റക്അ, ആയിരക്കണക്കിന് ഇബാദത്ത് എടുക്കുന്ന ഒരു പെണ്ണാണ് എങ്കിലും ആ പെണ്ണിൽ ഏറ്റവും വലുത് സൗജുഹാ, അവളുടെ ഭർത്താവാകുന്നു. ഇതാ ദീൻ പഠിപ്പിക്കുന്നത്. പക്ഷേ പുതിയ തലമുറ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭർത്താവാണെല്ലാം എല്ലാം. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് വാട്സപ്പിലൂടെയും മറ്റു ചെക്കന്മാരോട് കുശലം പറയുന്ന നന്ദി കെട്ട പെൺകുട്ടികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുകളിൽ വളരെ അരുത്. ദുനിയാവിൽ വെച്ച് തന്നെ ഇന്നല്ലാഹ യുഅജ്ജിലുഹാ ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ അല്ലാഹു നൽകേണ്ടത് തന്നിട്ട് ഭർത്താക്കന്മാരെ ചതിക്കുന്ന പെണ്ണ്, ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന പെണ്ണ്, ബുകാഉസ് സൗജ്. സഹോദരി, എന്റെ സ്ത്രീകളെ, നിങ്ങളുടെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭർത്താവെങ്ങാനും കരയേണ്ടി വന്നാൽ അതിന്റെ ശിക്ഷ എത്രയാണെന്നറിയോ? പള്ളിക്കാട്ടിൽ കിടന്നിട്ടല്ല, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു കൊടുക്കേണ്ടത് കൊടുക്കുമെന്ന് പണ്ഡിത ലോകം വിവരിക്കുന്നുണ്ട്, പണ്ഡിത മുത്തുകൾ വിവരിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ ചതിക്കരുത്, ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്. ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് പാതിരാ സമയത്ത് ഗൾഫ് നാടുകൾ പ്രവാസിയായി കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവാസിയെ ഏതെങ്കിലും ഒരു പെണ്ണ് ചതിക്കുന്നുവെങ്കിൽ മോളെ, മരിക്കൂല, ജീവിക്കൂല. ഇവിടെ വെച്ച് അല്ലാഹു നൽകേണ്ടത് നൽകും. എന്നിട്ട് മോളെ മരിപ്പിക്കും റബ്ബ്. ആരെയാണ് ചതിക്കുന്നത്? ആരെയാണ് വഞ്ചിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യനല്ലൊരു വീടുണ്ടാക്കിയല്ലോ. നിങ്ങളും 2 or 3 മക്കളുമുണ്ട്. ആ വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട് നോക്കു പെണ്ണേ. എത്ര ബാത്റൂമുകളാണുള്ളത്? 3 റൂമുണ്ടോ? 3 റൂമിൽ പുറത്തും അടുക്കളയും തുടങ്ങി എത്ര ബാത്റൂമുകളാണ്? എൻ്റെ സഹോദരി, നിന്റെ പാവപ്പെട്ട ഭർത്താവുണ്ടല്ലോ, അവിടെ കഷ്ടപ്പെടുന്നത് പാവമാണ്, സാധുവാണ്. ഒരു റൂമിൽ 4 പേരുണ്ട് എങ്കിൽ 4 പേർക്കൊരു ബാത്റൂമാണുള്ളത്. ബാത്റൂമിന്റെ വാതിലിൽ എഴുതി വെച്ചത് ഗൾഫിൽ പോയ ചെറുപ്പക്കാർക്കറിയാം. അവിടെ പേപ്പറിൽ എഴുതി ഒട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്, ഞായർ ഫുലാൽ, തിങ്കൾ ഫുലാൽ, ചൊവ്വ ഫുലാൽ. സഹോദരിമാരെ, അത് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പേരുകളാണ്. തിങ്കളാഴ്ച ബാത്റൂം കഴുകേണ്ടത് അത് ഇന്ന വ്യക്തിയാണ്. അതിലൊരു ദിവസം നിങ്ങളുടെ ഭർത്താവുമുണ്ട്.
അടുക്കളയുടെ ഭാഗത്ത് ചെന്നാൽ അവിടെയും ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇന്ന ദിവസം ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഇന്ന വ്യക്തിയാണ്. അല്ലയോ പെങ്ങളെ, അധ്വാനിച്ചിട്ട് 16-17 മണിക്കൂർ എന്നിട്ട് ബാത്റൂം കഴുകുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ചതിച്ചിട്ട്, ആ പാവപ്പെട്ട മനുഷ്യനെ വഞ്ചിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തരോട് വാട്സപ്പിലൂടെയോ മറ്റോ കുശലം പറയുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരുത്തന് വീട്ടിന്റെ കിടപ്പുമുറയിൽ ഒരിടം കൊടുക്കുന്നുവെങ്കിൽ നന്ദി കെട്ടവളാണ് നീ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. പെങ്ങളെ, അരുത് അരുത്. ഭർത്താക്കന്മാർ നമ്മുടെ എല്ലാമാണ്. സാഹചര്യം ഒരു പ്രശ്നമില്ലാതെ കാണുമ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്. വസല്ലം തങ്ങളുടെ കാലത്ത് 2 നിലയുള്ള വീടുണ്ട്. മുകളിൽ താമസിക്കുന്നത് സ്വന്തം മകളും മരുമകനുമാണ്. താഴെ ഉമ്മയുണ്ട്, ഉപ്പയുമുണ്ട്. ബാപ്പ മരണത്തോട് മല്ലിടുന്നു. സക്കറാത്തിന്റെ ഘട്ടമെന്ന് പറയില്ലേ, മരണത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉപ്പ വിളിക്കുന്നുണ്ട്, മോളെ യാ ബിന്തി, മോളെ എന്ന് വിളിച്ചിട്ട് ഉമ്മ വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെയൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഉമ്മ ചെന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ വാപ്പയാണ് വിളിക്കുന്നത്, മരണത്തോട് മല്ലിടുന്ന ഉപ്പയാണ്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ഉമ്മ, വാപ്പ എന്നോട് കല്യാണത്തിന്റെ തൊട്ട് തലേ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മ, ഭർത്താവിനോട് ചോദിക്കാതെ എങ്ങോട്ടും പോകരുതെന്ന്. ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ട്. വൈകുന്നേരം വന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ താഴോട്ട് വരാം, എൻ്റെ ഉപ്പാനെ കാണാൻ വരാം. ആ പെൺകുട്ടി താഴോട്ട് വന്നില്ല. ബാപ്പ ലോകത്തോട് വിട പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഉപ്പ ലോകത്തോട് വിട പറയുമ്പോൾ സ്വന്തം ചോരകൾ വന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, പെങ്ങളെ, നമ്മൾ രണ്ടുപേരുടെയും ബാപ്പയാണല്ലോ. ആ ഉപ്പയാണ് മരിച്ചു കിടക്കുന്നത്. ആ വാപ്പയാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നിന്നെ കാണണമെന്ന് പറഞ്ഞു. കാണാൻ കഴിഞ്ഞില്ല. ആ ഉപ്പയുടെ ജനാസ എടുക്കാൻ പോകുന്നു. പെങ്ങളെ, കുളിപ്പിച്ചിട്ടുണ്ട്, കഫൻ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എടുക്കാൻ, മയ്യത്തെടുക്കാൻ പോകുന്നു. ഒന്ന് താഴോട്ട് കാണാൻ വന്നുകൂടെയോ? ഇലാ ഹദ്റത്തിൽ നബിയിൽ മുസ്തഫ, നബി തങ്ങളിലേക്കാണ് വിടുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്കാണ് വിടുന്നു. നബിയേ, എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഖബറടക്കാൻ കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഉപ്പയെ ഭർത്താവിനോട് എൻ്റെ ഉപ്പ കാണാൻ, എൻ്റെ വാപ്പയെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോളെ, ഭർത്താവ് വന്നിട്ട് ചോദിച്ചിട്ട് താഴോട്ട് പോകേണ്ടതുള്ളൂ. ജനാസ കൊണ്ടുപോകുമ്പോൾ ജനവാതിലങ്ങ് തുറന്നു വെച്ച്, ഉപ്പാ വാ അബത്താണ് വിളിക്കുന്നത്. ഉപ്പാ, നാളെ എൻ്റെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി ഉപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, മോളെ, നാളെ മുതൽ നിന്റെ സ്വർഗം കിടക്കുന്നത് ഭർത്താവിൻ്റെ കാലിൻ ചുവട്ടിലാണ്. ഭർത്താവ് അറിയാതെ എങ്ങോട്ടും പോകരുത്, ഭർത്താവിനോട് ചോദിക്കാതെ എങ്ങോട്ടും പോകരുത്. മോപ്പാ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്, ഞാനതനുസരിച്ച് ജീവിച്ചതാണ്. വാപ്പയുടെ ജനാസക്കൻ മറയുന്നത് വരെ ആ പൊന്നുമകൾ കണ്ണീരോട് കേട്ട് വിളിക്കുന്നു. മുസ്ലിമീങ്ങളെ, ആ ഉപ്പാക്ക് മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. ആയിരക്കണക്കായ മലായികത്ത് ഞാൻ കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാം. യഖൂലു ബഅ്ളുഹും
ബഅ്ളാ യഖൂലു ബഅ്ളുഹും ബഅ്ളാ. പരസ്പരം തർക്കിക്കുകയാണ്. ഞാൻ കൊണ്ടുപോകാം. ആ മനുഷ്യന്റെ റൂഹിന് വേണ്ടി ചോദിച്ചു പോയി മലായികത്ത്, ഈ മനുഷ്യൻ ചെയ്ത നന്മ എന്താണ്? പൂർണ്ണമായും ഭർത്താവിൽ വഴിപ്പെട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയെ വളർത്തിയ മനുഷ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ മുഖേന പണ്ഡിത ലോകം വിവരിക്കുന്നുവെങ്കിൽ എൻ്റെ പെങ്ങളെ, നിങ്ങളുടെ വിജയം, സഹോദരിമാരെ, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ഐശ്വര്യം, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ബറക്കത്ത് അത് ഭർത്താക്കന്മാരിൽ തന്നെയാണ്. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ ചതിക്കരുത്, ഭർത്താക്കന്മാരോട് അനുസരണക്കേട് കാണിക്കരുത്. എന്ത് ന്യായീകരിച്ചാലും നിങ്ങളുടെ വിജയം ഭർത്താക്കന്മാരാണ്. ഇതിന് എതിര് പറയാൻ വാട്സപ്പ് ലോകമാണ്. എഴുതാൻ ആളുകളുണ്ടാവാം, പറയാൻ ആളുകളുണ്ടാവാം. പക്ഷേ പെങ്ങളെ, പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കുമ്പോഴേ ഭവിഷ്യത്ത് തിരിയൂ. ഈ എഴുതിയവരൊന്നും ഉണ്ടാവില്ല, പറഞ്ഞവരൊന്നും ഉണ്ടാവില്ല.